ഇന്ന് എന്ത് വീഡിയോ ഇടുമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പം മനസ്സ് പറഞ്ഞ് ഒരൊറ്റ തള്ളോടുകൂടി ഒരു പുട്ടുണ്ടാക്കിയ കഥയും കൊണ്ടിട്ടാൻ. അപ്പോൾ നമുക്ക് പുട്ടുണ്ടാക്കാവേ. ഇത് പച്ചരിയാണ്, ഞാൻ വീട്ടിൽ പൊടിപ്പിച്ചതാണ്. വീട്ടിലല്ല, മില്ലിൽ കൊടുത്തുവിട്ട് പൊടിപ്പിച്ച്. അതിലേക്ക് ഉപ്പിട്ട് പിന്നെ അതിന് ശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് അതൊന്ന് നനച്ചെടുക്കാമെന്ന് ചോദിച്ചാൽ തോനെ വെള്ളമാവല്ലേ. ഇങ്ങനെ പതുക്കെ നനച്ച് ഒരു കയ്യിലിങ്ങനെ നമ്മൾ പിടിക്കുമ്പോൾ ഒരു ഉണ്ടയാവത്തില്ലേ, ആ പരുവാവണം. വെള്ളം കൂടിപ്പോയല്ലേ. എന്നിട്ട് നമുക്ക് മിക്സിയുടെ ഒരു വലിയ ജാറെടുത്ത്, ഞാനിത് ഗ്രൈൻഡ് ചെയ്യുന്ന ജാറാണ്, അതിൽ ആ മാവെല്ലാം എടുത്തിട്ട് മിക്സിയിൽ വെച്ചിട്ട് ഒന്ന് പൾസ് ചെയ്യുക 2 വട്ടം. പക്ഷേ ഞാൻ അതെടുത്തത് കിട്ടിയിട്ടില്ല കേട്ടോ. അങ്ങനെ പൾസ് ചെയ്തെടുത്ത മാവ് വീണ്ടും ആ പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം ഒന്നിങ്ങനെ ആ പൊടിയൊക്കെ കളഞ്ഞ്, അപ്പം നല്ല മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. മറ്റേത് ഇച്ചിരി കട്ടിക്ക്, മറ്റേത് ഉണ്ട കെട്ടത്തില്ലേ നമ്മൾ പുട്ടുണ്ടാകും. പക്ഷേ ഇത് നല്ല സോഫ്റ്റായിട്ട് കിട്ടുമേ. ഉണ്ടോ? അങ്ങനെ സോഫ്റ്റായിട്ട് കിട്ടിയിട്ട് ഇതിലേക്ക് നമ്മൾ ചിരകി വെച്ച തേങ്ങ ഇട്ട് കൊടുക്കുക. ഞാൻ ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ചിരട്ടയിലോട്ട് ഇച്ചിരി തേങ്ങ മാറ്റിയിട്ടാണ് പുട്ടിലോട്ട്, ആ മാവിലോട്ട് തേങ്ങ ചേർത്ത് കൊടുത്തേക്കുന്നത്. അങ്ങനെ ഞാൻ പുട്ടുകുടമൊക്കെ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത് മോക്കുള്ള രാവിലത്തെ പുട്ടാണേ. അങ്ങനെ മോക്കുള്ള പുട്ട് റെഡിയായി. അങ്ങനെ പുട്ടും പഴവും കൂട്ടി ഞങ്ങൾ രാവിലെ അങ്ങ് കഴിച്ചു കേട്ടോ.